ആൾക്കൂട്ട മർദ്ദന കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. കൊല്ലത്തേക്കാണ്. മരുത്തടി ക്ഷേത്രോത്സവത്തിനിടെ ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി മരിച്ചു. കുന്നത്തൂർ ഐവർക്കാല സ്വദേശി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ക്രൂരാക്രമണത്തെ തുടർന്ന് വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. കേസിൽ 6 പേർ പിടിയിലായി. 5 ദിവസം മുന്നെയാണ് മരുത്തടി ഐവർക്കാല മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 18 വയസ്സുകാരനായ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഹരികൃഷ്ണന് ആൾക്കൂട്ട മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത്. കുന്നത്തൂർ സ്വദേശിയായ ഹരികൃഷ്ണൻ മരുത്തടിയിലെ തന്റെ അമ്മ വീട്ടിൽ ഉത്സവം ആഘോഷിക്കാൻ എത്തിയതാണ്. ആ സമയത്താണ് ആൾക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതിയായി വരികയും ചെയ്യുന്നത്. ഇതിൽ മർദ്ദനമേറ്റ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പരാതി എന്ന് പറയുന്നത് ഈ ഉത്സവപ്പറമ്പിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ 6ലധികം വരുന്ന ആളുകൾ ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഒരു വീഡിയോ ദൃശ്യം പുറത്തു വരുന്നു. ഈ വീഡിയോ ദൃശ്യത്തിലാണ് ഈ ഒരു മർദ്ദനത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. അതിൽ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന ഒരാൾക്കൂട്ടം, അതുപോലെ തന്നെ മരത്തടി കൊണ്ടാണ് മുഖ്യപ്രതി ഹരികൃഷ്ണന്റെ തലക്കടിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിലായിരുന്നു ഹരികൃഷ്ണൻ ചികിത്സയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സഹോദരിയുടെ മകളുടെയും സഹോദരന്റെയും മുൻപിൽ വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതുമാണ്. അവർ തടയാൻ ശ്രമിക്കുന്നു, പക്ഷേ ആൾക്കൂട്ടം അതിന് സമ്മതിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ആക്രമിക്കുകയായിരുന്നു. ശരിക്കും ഒരു ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ ഈ കുന്നത്തൂരിലെ ഈ മരുത്തടിയിലെ ഈ ഉത്സവത്തിനിടയുണ്ടായ ഈ സംഘർഷത്തെയും അതിനുശേഷമുള്ള ആക്രമണത്തെയും കൊലപാതകത്തെയും പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങി. അതിനുശേഷം 6 പേരെയാണ്, അതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പ്രതികൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷേ ആ വീഡിയോ ദൃശ്യങ്ങളടക്കം വലിയ തെളിവാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടാൽ അറിയാവുന്ന ഈ 6 പേരും അതുപോലെ തന്നെ മറ്റു ചിലരും ചേർന്നാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടെങ്കിൽ തന്നെ, പ്രകോപനം ഇല്ല എന്നുള്ളതാണ് നിലവിൽ കുടുംബത്തിന്റെ പരാതിയായി വരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്കൂട്ട മർദ്ദനവും ആണോ അതിൻ്റെ ഒരു പരിഹാരം, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം ചേർന്ന് 18 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥിയെ തല്ലി മർദ്ദിച്ച് പിന്നീട് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ 6 പ്രതികളും റിമാൻഡിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.